യുവതിയെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ഒരു പരാതി നൽകി. അന്വേഷണം പുരോഗമിച്ചപ്പോഴാകട്ടെ തെളിഞ്ഞത് ഞെട്ടിക്കുന്ന കൊലപാതകവും. കൊല ചെയ്തത് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ചേർന്ന്. ഹരിയാനയിലെ ഫരീദാബാദിലാണ് സംഭവം നടക്കുന്നത്. കൊലപാതകത്തിന് മുൻപ് യുവതിയെ ഭർത്താവിന്റെ പിതാവ് ഉറക്ക ഗുളിക കൊടുത്ത് ബലാത്സംഗം ചെയ്തതായും പോലീസ് കണ്ടെത്തി. യുവതിയുടെ ജഡം ഭർത്താവിന്റെ വീടിന് സമീപത്തെ 10 അടി താഴ്ചയുള്ള കുഴിയിൽ നിന്നാണ് കണ്ടെത്തിയത്. കുഴി സ്ലാബ് കൊണ്ട് മൂടിയ നിലയിലായിരുന്നു. ഉത്തർപ്രദേശ് സ്വദേശിനിയായ 24-കാരിയെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവിന്റെ കുടുംബം തന്നെ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. കഴിഞ്ഞ ഏപ്രിലാണ് കൊലപാതകം നടന്നത്. സംഭവത്തിൽ ഭർത്താവിന്റെ പിതാവ് കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. ഇയാൾ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ്. മൃതദേഹം ഇക്കഴിഞ്ഞ 21-ാം തീയതിയാണ് ഭർത്താവിന്റെ വീടിന് പുറത്ത് 10 അടി താഴ്ചയുള്ള കുഴിയിൽ നിന്നും കണ്ടെടുത്തത്. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് സ്വദേശിനിയായ യുവതിയും ഫരീദാബാദ് സ്വദേശിയും തമ്മിൽ 2023-ലാണ് വിവാഹിതരായത്. വിവാഹം കഴിഞ്ഞ നാളുകളിൽ തന്നെ സ്ത്രീധനം സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാവുകയും യുവതിക്ക് മർദ്ദനമേൽക്കേണ്ടി വരികയും ചെയ്തു. ഭർത്താവിന്റെ വീട്ടിൽ നിരന്തരം പീഡനം അനുഭവിച്ചിരുന്നതായും വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്കകം തന്നെ അവൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്നതായും കൊല്ലപ്പെട്ട യുവതിയുടെ സഹോദരി പറഞ്ഞു. ഭർത്താവിന്റെ വീട്ടിലെ മോശം പെരുമാറ്റം കാരണം 1 വർഷത്തോളം യുപിയിലെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്നതായും സഹോദരി വ്യക്തമാക്കി. സ്ത്രീധനം സംബന്ധിച്ച പ്രശ്നങ്ങളാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സഹോദരിയുടെ സംശയം. പോലീസ് പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ഏപ്രിൽ 14-ാം തീയതിയാണ് യുവതിയെ കൊലപ്പെടുത്താനുള്ള ആസൂത്രണം സംബന്ധിച്ച അന്തിമ തീരുമാനമായത്. ഭർത്താവും ഭർത്താവിന്റെ മാതാവും ഉൾപ്പെടെയാണ് പദ്ധതി തയ്യാറാക്കിയത്. സംഭവ ദിവസം സ്ഥലത്തില്ലാതിരുന്ന വിധത്തിൽ തെളിവ് നശിപ്പിക്കാൻ ഉദ്ദേശിച്ച് ഭർത്തൃമാതാവിനെ ഉത്തർപ്രദേശിലെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞയച്ചു. ഏപ്രിൽ 21-ാം തീയതി രാത്രി യുവതിയുടെയും വീട്ടിലുണ്ടായിരുന്ന തന്റെ സഹോദരിയുടെയും ഭക്ഷണത്തിൽ ഭർത്താവ് ഉറക്ക ഗുളിക കലർത്തി നൽകി. ഇതോടെ ബോധരഹിതരായ 2 സ്ത്രീകളും 2 മുറികളിലായി ഉറങ്ങി. തുടർന്ന് അർദ്ധരാത്രിയോടെ ഭർത്താവിന്റെ പിതാവ് മരുമകളെ കൊലപ്പെടുത്താനായി മുറിയിൽ കയറി. കൊലപ്പെടുത്തുന്നതിന് മുൻപ് ബോധരഹിതയായി കിടന്നിരുന്ന മരുമകളെ ഇയാൾ ബലാത്സംഗം ചെയ്തിരുന്നതായി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യം ഭാര്യയോടോ മകനോടോ പറയാതെ ഇയാൾ രഹസ്യമാക്കി വെച്ചെന്നും പോലീസ് പറയുന്നു. കൊലപാതകം നടത്തിയതിനു ശേഷം പിതാവ് മകനെ വീടിന്റെ മുകൾ നിലയിലേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് ഇരുവരും ചേർന്നാണ് മൃതദേഹം പൊതിഞ്ഞുകെട്ടി നേരത്തെ വീടിനോട് ചേർന്നെടുത്ത കുഴിയിലിട്ട് മൂടിയത്. ഡ്രെയിനേജ് ആവശ്യത്തിനെന്ന് അയൽവാസികളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ കുഴിയെടുത്തത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചായിരുന്നു ആഴത്തിലുള്ള കുഴിയെടുത്തത്. ആ ദിവസങ്ങളിൽ യുവതി ജീവിച്ചിരുന്നതിനാൽ തന്നെ സംശയത്തിനിടയാക്കിയതുമില്ല. മരുമകളെ കുഴിയിലടക്കിയ ശേഷം മണ്ണും കല്ലുമിട്ട് കുഴി ഭാഗികമായി മൂടി. തുടർന്നുള്ള ദിവസങ്ങൾ കഴിഞ്ഞ് മുകളിൽ ഒരു കോൺക്രീറ്റ് സ്ലാബും പണിതിട്ടു. കുഴിയിൽ നിന്ന് ഭാഗികമായി കണ്ടെത്തിയ യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഭർത്താവിനെയും ഭർത്താവിന്റെ പിതാവിനെയും ഭർത്തൃമാതാവിനെയും ഭർത്തൃപിതാവിന്റെ സഹോദരിയെയും ഉൾപ്പെടെ 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.